മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയുടെ പുതിയ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാൽ. കടുവയെ കണ്ടെത്താൻ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി ഇന്ന് സ്ഥാപിക്കും. ദൌത്യത്തിനിടെ കുംകിയാനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ പാപ്പാന്റെ പരുക്ക് ഗുരുതരമല്ലെന്നും ധനിക്ലാൽ പറഞ്ഞു. നമ്മൾ ഇപ്പോഴും ടീം അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ പ്രസൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ കുറച്ചധികം ലൈവ് ബേറ്റ്സ് കൂടുതലായി അവിടെ വച്ച് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻസ് പുരോഗമിക്കുന്നത്. പുതുതായിട്ട് പുതുതായിട്ട് കിട്ടിയിട്ടില്ല. ഗുരുതരമായ പരിക്കുകളല്ല. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. ഗുരുതരമായ പരിക്കുകളല്ല. 100% കഴിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയാണ്. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, കഴിഞ്ഞ ദിവസം CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതാണ്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ടടുത്ത് നിന്നൊക്കെ തന്നെയാണ് ദൃശ്യങ്ങൾ വന്നതും. ഇപ്പോൾ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് എവിടെയാണ് കടുവ എന്നത് ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളിലേക്കാണോ വനംവകുപ്പ് കടന്നത്? അനുജ, തീർച്ചയായും കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായാണ് 5 ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ ലൈവ് സ്ട്രീമിംഗ് ഉള്ള ക്യാമറകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കാൻ വനംവകുപ്പിനാകുമെന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ വേണ്ടി വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതുവരെ 2 കൂടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കൂട് കൂടി സ്ഥാപിക്കാൻ കൂടി വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഇവയെല്ലാം സ്ഥാപിച്ചു കഴിയുമെന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ 50 ക്യാമറകളാണ്, നിരീക്ഷണ ക്യാമറകളാണ് ഉള്ളത്. അതിൽ ഇന്നലെ ഈ കടുവയുടെ ദൃശ്യമെല്ലാം തന്നെ പതിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ എവിടെയാണെന്നുള്ള സൂചന കിട്ടുന്ന തരത്തിലുള്ള ഒരു കാൽപ്പാടുകളോ ക്യാമറ വിഷ്വൽസ് ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വനം വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 7 മണിയോട് കൂടെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായി തിരിച്ചുകൊണ്ടാണ് വനത്തിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ 2 കുങ്കിയാനകളെ ഈ തിരച്ചിലിന് വേണ്ടി എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കോന്നി സുരേന്ദ്രനും കുഞ്ചുവുമായിരുന്നു എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കുഞ്ചു ഇന്ന് പാപ്പാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഭക്ഷണവും വെള്ളമെല്ലാം തന്നെ നൽകാൻ വേണ്ടി ആനയെ അഴിക്കാൻ പോയ സമയത്താണ് ഈ പാപ്പാനെ ഈ ആന എടുത്ത് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മൂന്നാർ സ്വദേശിയെ ഈ ചന്തുവിനാണ് പരിക്കുള്ളത്. അദ്ദേഹത്തെ വണ്ടൂരുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ 2 കുങ്കിയാനകളെ ഇനി ഈ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർ പരിശോധന നടത്തി തീരുമാനിക്കുമെന്നുള്ളതാണ് ഈ DFO വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ഇവിടെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ വന്യമൃഗശല്യത്തിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇരകൾക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണം, കടുവയെ അതിവേഗത്തിൽ പിടികൂടണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വൈകുന്നേരത്തോടു കൂടി നാട്ടുകാർ ഒരു പ്രതിഷേധ സമരം കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അനുജ, കാളികാവിലെ നരഭോജി കടുവ എവിടെയാണ് എന്നിപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദൃശ്യങ്ങൾ പുതുതൊന്നും പതിഞ്ഞിട്ടില്ല. കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്.